നമ്മൾക്കെല്ലാം അറിയാം കാളിദാസൻ്റെ കഥ. കാളിദാസൻ രുദ്രൻ എന്ന് പറയുന്ന ഒരു വിറകുവെട്ടുകാരനായിരുന്നു. വിഡ്ഢി കൂശ്വാണ്ടായിരുന്നു. അന്ന് ആ നാട്ടിലൊരു പണ്ഡിതയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ വാഗ്വാദത്തിൽ ഏർപ്പെടും, എന്നെ പാണ്ഡിത്യത്തിൽ തോപ്പിക്കുന്നതിന് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുന്നുള്ളൂ. പലരും വരും, എല്ലാത്തിനും അവൾ തോപ്പിക്കും. സേവകർ കുഴപ്പി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ നടന്ന് ഒരു മനുഷ്യൻ ഇരിക്കുന്ന ശാഖ വെട്ടുന്നു. അവർ ചോദിച്ചു, നീ ഇരിക്കുന്ന ശാഖ വെട്ടി നീ താഴെ ചത്തുപോകത്തില്ല? കുഴപ്പമില്ലെന്നാണ്. കുറച്ച് കഴിഞ്ഞ് ശാഖ കൊണ്ട് മുറിഞ്ഞപ്പോൾ ഇവൻ താപ്പോട്ട് വരുന്ന വഴിക്കുമ്പോൾ വേറൊരു കമ്പി കയറി പിടിച്ചോണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ കാളിദാസൻ ചത്തുപോയിനായിരുന്നു. ഈ രുദ്രനെ കൊണ്ട് നേരെ ഈ സ്ത്രീയുടെ വീട്ടിൽ വന്നു, അല്ല ആഹാരം കൊടുത്ത് വിടാനായിട്ട്. ആ പണ്ഡിതയായ സ്ത്രീയുടെ വീടിൻ്റെ ഭിത്തിയിൽ രാവണ യുദ്ധം വരച്ച് വെച്ചിരിക്കുകയാണ്. അവൻ പറഞ്ഞു, രാവണ രാവണ എന്ന് പറഞ്ഞു. രാവണനെ കണ്ടപ്പോൾ സ്ത്രീ പറഞ്ഞു, ഇവനൊരു വിഡ്ഢിയാന്ന് തോന്നില്ല, ഇവൻ രാവണനെ കയറി രാവണൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് തെറ്റിപ്പോയി. അവൻ പറഞ്ഞാണ് ശരി. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കൈകസിയുടെ മക്കളുടെ പേര് കുംഭകർണോ ഭഗാരോസ്തി വിഭീഷണ രാക്ഷസാനാൻ കുലശ്രേഷ്ഠേ രാവണമെന്നയ്യോ രാവണ. 3 മക്കളുടെ പേര് 2ാം ദർശനം പായാണ്. കുംഭകർണൻ, വിഭീഷണൻ. ഇവൻ്റെ ഒറിജിനൽ പേര് രാവണൻ. എപ്പോഴും പണം പൊക്കി കൊത്താൻ നടക്കുന്ന സ്വഭാവമാണ്. നാട്ടുകാർ പറഞ്ഞത് രാവണനായിപ്പോയതാണ്. സ്ത്രീ തോൽവി സമ്മതിച്ചു. സ്ത്രീ രുദ്രനെ കല്യാണം കഴിച്ചു. ഇയാളെ കണ്ട നല്ല സുന്ദരനായിരുന്നു കേട്ടോ, വിറകോട്ടായിരുന്നെങ്കിലും. ആദ്യ രാത്രി 12 മണിയായപ്പോഴേ സ്ത്രീക്ക് മനസ്സിലായി, ഇവൻ വിഡ്ഢി കൂശ്മാണ്ട നമ്പർ 1. എല്ലാ സ്ത്രീകൾക്കും ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിച്ച ആദ്യ രാത്രി 12 മണിയാവുന്നത് സ്ത്രീക്ക് മനസ്സിലാവും ഭർത്താവ് എത്രയ്ക്കുണ്ടെന്ന് മനസ്സിലാവും. ഈ പുരുഷന്മാർ കല്യാണം കഴിച്ച് 25 കൊല്ലം കഴിഞ്ഞാൽ അവന് മനസ്സിലാകത്തില്ല, ഭാര്യയുടെ സ്വഭാവം മനസ്സിലാകത്തില്ല. ഞാൻ തലശ്ശേരി ASP ആയിരുന്നു. ഒരു സ്ത്രീ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂടെ ഓടിക്കളഞ്ഞു. ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, നീ 22 കൊല്ലം ജീവിച്ചല്ലടാ അവിടെ കൂടെ, നിനക്ക് അവളെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലെന്ന്. ഇതാണ് പുരുഷൻ്റെ കുഴപ്പം, ഭാര്യയെ പിടിക്കട്ടത്തില്ല. ഭാര്യമാരങ്ങനല്ല, ഫസ്റ്റ് നൈറ്റിൽ മനസ്സിലാക്കും ഭർത്താവ് എത്രയൊക്കെ ഉണ്ടെന്ന്. കാളിദാസനെ രുദ്രനെ അടിച്ചിറക്കി വിട്ടു. രുദ്രൻ നേരെ കാളിക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ മറ്റു ക്ഷേത്രത്തിൽ ദേവന്മാർ അമ്പലത്തിൽ ഇരിക്കും, കാണണമെങ്കിൽ അങ്ങോട്ട് പോകണം. പക്ഷേ കാളിഭഗവതി ഒരു പ്രത്യേകത ഉണ്ട്. കാളിഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നാട്ടിൽ ആർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ എല്ലാം പോകും. ഞങ്ങളുടെ പോലീസ് ഭാഷ പറഞ്ഞാൽ പെട്രോളിങ്ങിന് പോകും. കാളിഭഗവതി പെട്രോളിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ഇയാളകത്തൊരു കഥ അടച്ചു. കാളിഭഗവതി വന്നു, അകത്തായിരുന്നു ചമഞ്ച്, പുറത്തായിരുന്നു. 2 മണി കഴിഞ്ഞപ്പോൾ കാളിഭഗവതി പുറത്ത് കാളി. അവൻ പറഞ്ഞ അകത്ത് ദാസൻ. അങ്ങനെയാണ് രുദ്രൻ കാളിദാസനായത്. കാളിദാസനൊക്കെ എന്ത് വേണം? എനിക്ക് അറിവ് വേണം. നീ താക്കോൽ തട്ടിട്ട് നാക്ക് പുറത്തേക്ക് ഇടാൻ പറഞ്ഞു. കാളിദാസൻ നാക്ക് പുറത്തേക്ക് ഇട്ടപ്പോൾ കാളിദാസൻ്റെ നാക്കിൽ കാളിഭഗവതി എഴുതി, ഹരി ശ്രീ ഗണപതായേ നമ. നിങ്ങൾ ഞാൻ എഴുതാനെടുത്തപ്പോൾ എഴുതിയ സെൻറ്റൻസില്ലേ, കാളിദാസൻ്റെ നാക്കിൽ കാളിഭഗവതി എഴുതാം. കാളിദാസൻ അറിവ് കൊണ്ട് നിറഞ്ഞു. കാളിദാസൻ ക്ഷേത്രത്തിൽ നിന്നെങ്കിൽ രാവിലെ വീട്ടിൽ വന്നു. ഇയാൾ അറിവ് കൊണ്ട് കൊണ്ടപ്പോൾ ഭാര്യ അമ്പരന്ന് പോയി. ഭാര്യ പറഞ്ഞു, അസ്ഥി കജി ദ്വാഗുലാസ, ഇതെന്തൊരു വാഗ്വിലാസം. കാളിദാസൻ, ഇതിനോട് കൂട്ടൊന്നുമില്ല, നീ എന്നെ അടിച്ചിറക്കി വിട്ടല്ലേ. പക്ഷെ നീ ഇപ്പം പറഞ്ഞ 3 വാക്കില്ലേ, അത് വെച്ച് ഞാൻ 3 മഹാകവി എഴുതുന്നത്. കാളിദാസൻ ആദ്യമായി കുമാരസംഭവം എഴുതുകയാണ്. തുടർന്നത് എങ്ങനെയാണ്? അസ്തുസ്തരസ്യാം ദിശി ദേവതാത്മ. ഭാര്യ പറഞ്ഞ അസ്ഥി വെച്ചിട്ടാണ്. 2ാമത് കാളിദാസൻ മേഘസന്ദേശം എഴുതി, കജ്ജിത് വെച്ച് തുടങ്ങുകയാണ്. 3ാമത് കാളിദാസൻ ഗംഭീര ഒരു പുസ്തകം എഴുതി, രഘുവംശം. ശ്രീരാമേന്ദ്ര ഭഗവാന്റെ പിതാക്കന്മാർ 4 പേര്, ശ്രീരാമേന്ദ്ര ഭഗവാൻ, അതിന് ശേഷം വന്ന് 2 എണ്ണം, 7 മഹാരാജാക്കന്മാരെ പറ്റി രഘുവംശം. ഞാനിതൊരു 3 തവണ വായിച്ചിട്ടുണ്ട്. ഗംഭീര പുസ്തകം. സംസ്കൃത ഭാഷ അങ്ങനെ ഗ്രന്ഥം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ രഘുവംശം തുടങ്ങിയപ്പോൾ കാളിദാസൻ എഴുതുകയാണ്, വാഗ്വിലാസ വാണി ഗണപതി. അപ്പോൾ ഭാര്യ പറഞ്ഞ അസ്ഥി കജ്ജി ദ്വാഗുലാസ ചേർത്ത് 3 മഹാകവി സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹം. അതുകൊണ്ടാണ് തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. എന്തിനാണ് ഈ വിരൽ മുറിച്ച് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്? മനുഷ്യന് എഴുതാനുള്ള കഴിവ് കാളി ഭഗവതിയുടെ ദാനമാണ്. കാളിദാസൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ, കാളിദാസൻ്റെ രാജസഹസ്രം അന്ന് രാജാക്കന്മാരെ സമസ്യയിടും. അപ്പോൾ ഇവന്മാരെ ഒന്ന് വെട്ടിലാക്കാൻ വേണ്ടി രാജാവ് എന്ത് ചെയ്തു? ഖ ഇഖ ഗ ഇഖ എന്നൊരു സമസ്യ ഇട്ടു. കവികൾ ഒരു 5 ദിവസം മെനക്കെട്ടു. സമസ്യ ഒരു രക്ഷയില്ല. കാളിദാസൻ നേരെ ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ വന്നു. ഭഗവതിയെ, നീയാണ് എനിക്ക് അറിവെല്ലാം തന്ന്, നിനക്ക് ഈ കവിത എന്നിടാൻ നീ എന്നെ സഹായിക്കണമെന്നോ. ഉജ്ജയിലെ കാളിക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തൊരു 14 സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നാൽ ഒരു പാറയാണ്. ആ പാറയുടെ മുമ്പിൽ ഒരു നടവഴിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 6ആണ്. കാളിദാസൻ ആ പാറപ്പുറത്ത് വന്നിരുന്നു. അപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി നടന്നു വന്നു. കാളിദാസൻ നമുക്ക് ചിരിച്ചു. കത്തുവമ്പാലെന്ന് ചോദിച്ചു, നീ ഏതാ മോളെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, കാഞ്ചനമല, എൻ്റെ പേര് കാഞ്ചനമല എന്നാണ്. കസ്യാപുത്രി ഇനി ആരുടെ മോളാണ്? അവൾ പറഞ്ഞു, കനകലതായ മോളാണ്. കിംബാഹാസ, എൻ്റെ കയ്യിലെന്താണ്? കദലി പത്രം, താളിയോലയാണ്. കാവാരക്ക, എന്താണ് എഴുതിയിരിക്കുന്നത്? ക ഇക്ക ഗ ഇക്ക. കാളിദാസന് മനസ്സിലായി വന്നത്
കാളി ഭഗവതിയാണ്. സമസ്യ പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഭഗവതി അപ്രത്യക്ഷപ്പെട്ടു. കാളിദാസൻ ഒന്നാമത്തെ സെൻറ്റൻസിലെ മനസ്സിലാകേണ്ടായിരുന്നു. കത്തോമ്പാലെ കാഞ്ചനമാലെ. കാഞ്ചനമാല എന്ന് പറയുന്നത് കാളിഭൂതർ പര്യായതാണ്. സ്വർണ്ണ നിറമുള്ള സുന്ദരി കാഞ്ചനമാല. കാളിദാസനെ സമസ്യ പൂരിപ്പിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് 1000 സ്വർണ്ണനാണയം കിട്ടി. ഇപ്പോഴത്തെ വിലയ്ക്ക് 5 കോടി രൂപ കിട്ടി. ആ പദ്യത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് തുടങ്ങുന്ന വാക്കും കായാണ്, നടുക്കും കായാണ്. കത്തോമ്പാലെ കാഞ്ചനമാലെ കസ്യാപുത്രി കനകലതായ കിംബാഹസ്തെ കദലീപത്രം കാവാരക്ക കായക്ക കായ്ക്ക. അപ്പോൾ ഞാൻ ഇൻഡോറിൽ പോലീസ് അക്കാഡമി പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ ഉടനെ DGP ചോദിച്ചു, അലക്സാണ്ടർക്ക് എവിടെയെങ്കിലും പോകണോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഉജ്ജയിനിലെ കാളിക്ഷേത്രത്തിൽ നിന്ന് പോകണം. അത് നോക്കിയിട്ടോ, അലക്സാണ്ടർ ക്രിസ്ത്യാനിയല്ലേ? നമ്മൾ ക്രിസ്ത്യാനിയാണ്, പിന്നെ തന്നെ ഹിന്ദു ക്ഷേത്രത്തിൽ പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ കാളിദാസൻ അറിവ് കിട്ടിയ ക്ഷേത്രം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹം പോലീസ് പാർട്ടിക്ക് അറിഞ്ഞ് 150 കിലോമീറ്ററിനെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഞാൻ ഈ കാളിക്ഷേത്രത്തിൽ കയറി. കാളിദാസൻ അറിവ് കൊടുത്ത സ്ഥലം, വാക്പടനെ സംസാരിപ്പിച്ച സ്ഥലം, അവിടെയൊക്കെ നിന്ന് ഞാൻ തൊഴുതു. എൻ്റെ അമ്മവും ഭയങ്കരം. ഞാനത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഇറങ്ങി താഴ്ച വന്നു. കാളിദാസൻ എന്ന പാറപ്പുറത്തിൽ ഞാനിന്ന് ഇരുന്നു. ഞാൻ കോരിത്തരിച്ചു പോയി. എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. കാളിദാസൻ ഇരുന്ന സ്ഥലത്താണല്ലോ ഞാൻ ഇരുന്നതെന്ന് വിചാരിച്ചു. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇത് കാളി ഭഗവതി ആരാണെന്ന് രൂപം കാണുമ്പോൾ കുഞ്ഞിന് ഇത് പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയണം. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലെ ദൈവപ്രതിഷ്ഠ വ്യത്യാസമായിരിക്കും, അവിടുത്തെ ഉപദേവന്മാർ വ്യത്യസ്തമായിരിക്കും. അത് പഠിപ്പിക്കണം. അവിടുത്തെ ആചാരം കുട്ടിയെ പഠിപ്പിക്കണം. ഓരോ ക്ഷേത്രത്തിൻ്റെയും ആചാരമുണ്ട്. ആചാരം ആ ക്ഷേത്രം നിന്ന സ്ഥലത്തെ പ്രത്യേകത അനുസരിച്ചിട്ടാണ്. ആര്യന്മാരുടെ കാലത്ത് അവർ ഊഷരഭൂമിയായിരുന്നു. അവർ അഗ്നി ഉണ്ടാക്കി അവിടെ ഹോമം ചെയ്തു, യജ്ഞം ചെയ്തു, പ്രാർത്ഥിച്ചു. വർഷിപ്പ് വിത്ത് ഫയർ. പിന്നെ ഒരു നദീറങ്ങളിൽ വന്നു, സിന്ധു നദി, ഗംഗാ നദി. ഇപ്പം എന്ത് ചെയ്തു? വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചു, വർഷിപ്പ് വിത്ത് വാട്ടർ. പിന്നെ ഒരു പൂക്കളുള്ള രാജ്യത്തോട്ട് വന്നു. തെക്കേ ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. അവർ പൂവെടുത്ത് ഹാരമുണ്ടാക്കി ഭഗവാനെ അണിയിച്ചു. അവർ കല്യാണം കഴിക്കുവാനായിട്ട് ഹാരമുണ്ടാക്കി. ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിലോട്ട്, പെണ്ണ് ചെറുക്കൻ്റെ കഴുത്തിലോട്ട്. അങ്ങനെ പൂക്കൾ കൊണ്ട് പൂജിച്ചപ്പോൾ അത് പൂജ എന്ന വാക്കുണ്ടായി. പൂവ്, ജപം, ഈ 2 വാക്കുകളുടെ ആ ദിശയിൽ നിന്ന് പൂജ, വർഷിപ്പ് വിത്ത് ഫ്ലവേഴ്സ്. എന്നാൽ കാർഷിക വ്യവസ്ഥ വന്നപ്പോൾ കാർഷിക വ്യവസ്ഥ ആദ്യം ഉണ്ടാകുന്ന വസ്തുക്കൾ പറഞ്ഞു ഭഗവാൻ തന്നതാണ്, ഭഗവതി തന്നതാണ്. അതുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ കൊണ്ട് പ്രതിഷ്ഠ ചെയ്തു. ക്ഷേത്രം അത് ലേലം വിളിച്ചിട്ട് നാട്ടുകാർക്ക് കിട്ടും. ക്ഷേത്രത്തിന് വരുമാനമായി. വർഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. അത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? പാട്ടുപാടി ദൈവത്തെ സന്തോഷിപ്പിക്കുക, നൃത്തം ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കുക. ഈശ്വരന് പാട്ട് വലിയ ഇഷ്ടമാണ്. രാവിലെ പത്മനാഭസ്വാമി ഉണരണമെങ്കിൽ പത്മനാഭ കീർത്തനം, ഇരമ്പെന്തം എഴുതിയ പത്മനാഭ കീർത്തനം ചൊല്ലി കേൾപ്പിക്കും. രാത്രി ശബരിമലയിൽ അയ്യപ്പസ്വാമി ഉറങ്ങണമെങ്കിൽ ഹരിവരാസനം കൊണ്ട് പാടും. എഴുതിയൊരു നിരീശ്വരവാദിയാണ്, പാടുന്നൊരു ക്രിസ്ത്യാനിയാണ്, യേശുദാസ്. അത് പാടിയെങ്കിലേ ഭഗവാൻ ഉറങ്ങും. ഓരോ ക്ഷേത്രത്തിനും ഉണർത്തുപാട്ടുണ്ട്, ഉറക്കുപാട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഉണർത്തുപാട്ട് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉറക്കുപാട്ട് ഏതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ആ പാട്ടൊന്ന് പാടി അതിൻ്റെ അർത്ഥം ഭക്തരെ മനസ്സിലാക്കണം. ഇതാണ് ഇവിടെ പാടുന്ന ഉണർത്തുപാട്ട് മനസ്സിലാക്കണം. ഈശ്വരന് നൃത്തം വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്തു? ദേവദാസി സമ്പ്രദായം ഉണ്ടാക്കി. പിന്നീട് അത് വഷളായിപ്പോയി. പക്ഷേ ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോൾ ആ നാട്ടിലെ ആ ക്ഷേത്രത്തിൽ വിശ്വാസികളായ പെൺകുട്ടികൾ വന്ന് നൃത്തം ചവിട്ടും. പുരുഷന്മാർ ചവിട്ടും, പക്ഷേ അത് ചുമ്മാ കോമാളി നൃത്തം പോലെ ആയിപ്പോവും. പക്ഷേ പെൺകുട്ടികൾ ഇറങ്ങി വന്ന് നൃത്തം ചവിട്ടും, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ. ആ നൃത്തം കാണാൻ ക്ഷേത്രത്തിലെ ഭക്തർ വരും. ആ നൃത്തം കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആമ്പിള്ളാർക്ക് ആ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ കാലിനും കൈക്കും നീളം എത്ര, മുഖം എങ്ങനെ ഇരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഉടൻ തന്നെ കല്യാണാലോചന വരും, പെട്ടെന്ന് കല്യാണം നടക്കും. പെണ്ണ് കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ പെണ്ണിനെ കറക്റ്റ് അസസ് ചെയ്യാൻ പറ്റി ഈ നൃത്തം കാണുമ്പോൾ. അപ്പോൾ വർഷിപ്പ് വിത്ത് ഡാൻസ് ആൻഡ് മ്യൂസിക്. അപ്പോൾ ഓരോ ദേശത്ത് എന്താണോ അവൈലബിൾ അത് വെച്ചിട്ടാണ് ആചാരം വരുന്നത്. ഇന്ത്യയിൽ താമര ഉണ്ടായിരുന്നു, നമ്മൾ താമര വെച്ച് പൂജിച്ചു. സഹാറ മരുഭൂമിയിൽ താമരയുണ്ടോ? അത് പൂജിക്കാൻ പറ്റുമോ? ഗ്രീൻലൻഡിൽ താമര വളരുമോ? വെച്ച് പൂജിക്കാൻ പറ്റുമോ? നദീതര സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വെള്ളമെടുത്ത് ഗംഗാനദി നമുക്ക് പുണ്യനദിയായി. ശബരിമല ചെല്ലുമ്പോൾ പമ്പ നമ്മുടെ പുണ്യനദി, തെന്മല നമ്മുടെ പുണ്യമല. വെള്ളമുണ്ട്. സഹാറ മരുഭൂമിയിൽ വെള്ളം വെച്ച് പൂജിക്കാൻ പറ്റുമോ? അവിടെ നദിയില്ല, വെള്ളമില്ല. ഗ്രീൻലൻഡിൽ വെള്ളമുണ്ടോ? ഐസ് മാത്രമേ ഉള്ളൂ. അവിടെ വെള്ളം വെച്ച് പൂജിക്കാൻ പറ്റുമോ? പറ്റിയില്ല. അപ്പോൾ ഒരു ദേശത്ത് എന്താണോ അവൈലബിൾ അത് വെച്ചിട്ടാണ് ആചാരം ഉണ്ടായത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ആചാരം എന്താണോ അത് ഇവിടെ വരുന്ന ഭക്തരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ആചാരം ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആരാധനയുടെ ഭാഗമായി നമ്മളെ സമഗ്രമായി മാറ്റുന്നതാണ് ആരാധന. അപ്പോൾ ഹിന്ദു മതത്തിൽ ആരാധന, ക്ഷേത്രത്തിൽ പോകുന്ന ഒരു വ്യക്തി ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം ഭക്തൻ വെളുപ്പിന് 4 മണിക്ക് ഉണരണം. ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേ
എന്താണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത? ശാസ്ത്രം ഇന്ന് ഡോക്ടർമാർ കണ്ടുപിടിച്ചു, മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് 6:30 വരെയാണ്. നമ്മൾ 12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോൺസിനകത്തുള്ള ഇലക്ട്രിസിറ്റി ചാർജ് കുറയും. പിന്നെ ബ്രെയിൻ ശരിക്കും ഫങ്ഷൻ ചെയ്യില്ല. പഠിക്കാം, പക്ഷേ ഫുൾ ഇൻ്റലിജൻസ് ഇല്ല. പക്ഷേ 5 മണിക്കൂർ ഉറങ്ങിയാൽ ബ്രെയിൻ റീചാർജ്ഡ് ആവും. അപ്പോൾ 12 മണി കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ 4 മണിക്ക് ഉണർന്നാൽ ബ്രെയിൻ ഫുള്ളി ചാർജ്ഡാണ്. വെളുപ്പിന് 4 തൊട്ട് 6:30 വരെയാണ് മനുഷ്യൻ്റെ തലച്ചോറിന് ഏറ്റവും ബുദ്ധിശക്തി ഉണ്ടാകുന്നത്. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് റാങ്ക് A+ കിട്ടാനുള്ള കാരണം ആ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഹിന്ദു മതത്തിൽ ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠ 4 മണിക്ക് ഉണർന്നാൽ മറ്റു മതക്കാരൊക്കെ പൊടിയും തട്ടി അങ്ങ് പോകും. ക്ഷേത്രത്തിൽ പോകേണ്ട ഹിന്ദു എന്തെന്നറിയാമോ? അവൻ എഴുന്നേറ്റാൽ ഉടനെ 10 വിരൽ ഭൂമിയിലോട്ട് തൊട്ടിട്ട് ഭൂമി ദേവി വന്നിക്കണം. 8 മന്ത്രം ചൊല്ലുന്നത്. അല്ലയോ ഭൂമി ദേവി, നീ തരുന്ന കാർഷിക വിഭവങ്ങളൊന്നും ജീവിക്കാൻ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. അല്ലയോ ഭൂമി ദേവി, നിന്നെ ചവിട്ടി നടക്കാൻ നീ എന്നെ അനുവദിച്ചില്ലേ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. 8 മന്ത്രമാണ്. ഇത് ചൊല്ലി നമ്മൾ പോകുന്നു. എന്താണ് ഈ സംഭവം? ഇതിന് ഭൂമി ദേവിയായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും ഇലക്ട്രിക് ചാർജ് ഉണ്ട്. നമ്മുടെ തലച്ചോറിന് ഒരു സ്ട്രോക്ക് വന്നു, ഡോക്ടർക്ക് സംശയം വന്ന ഡോക്ടർ തലച്ചോറിലോട്ടൊരു EEG മെഷീൻ കണക്ട് ചെയ്യും, ഇലക്ട്രോ എൻസലോഗ്രാഫ്. ആ ഇലക്ട്രിക് വേവിന് എവിടെയെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ പറയും ഇയാളുടെ തലച്ചോറിനകത്ത് സ്ട്രോക്ക് ഉണ്ടായെന്ന് പറയും. നെഞ്ചുവേദന എന്നൊരു ഭക്തൻ, ഒരു രോഗി ആശുപത്രി വന്നാൽ ഡോക്ടർ എന്ത് ചെയ്യും? നെഞ്ചിലോട്ട് ECG മെഷീൻ കണക്ട് ചെയ്യും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. എന്നിട്ട് ആ TV ഡിഫ്ലക്ഷൻ നോക്കും. എവിടെയെങ്കിലും ഇലക്ട്രിക് വേവിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയും. ഇങ്ങനെ ശരീരത്തിലെ എല്ലാ അവയവത്തിനകത്ത് ഇലക്ട്രിക് ചാർജ് ഉണ്ട്. പക്ഷെ ഒരാൾ പഞ്ഞി മെത്ത കിടന്ന് ഉറങ്ങിയാൽ കോട്ടൺ ഈസ് പൂറസ്റ്റ് കണ്ടക്ടർ ഇലക്ട്രിസിറ്റി, അതുകൊണ്ട് കറണ്ട് പുറത്തു പോകത്തില്ല, അത് കോൺസെൻട്രേറ്റ് ആവും. അത് കോൺസെൻട്രേറ്റ് ആയിട്ടിരുന്നാൽ തലച്ചോറിന് സ്ട്രോക്ക് ഉണ്ടാവും. ലോകത്തിലുണ്ടാകുന്ന സെറിബ്രൽ സ്ട്രോക്കിൻ്റെ 50% രാവിലെ വെളുപ്പിന് 4 തൊട്ട് 6:30 വരെയാണ്, 8 മണി വരെ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ പകുതിയിലേറെ ഉണ്ടാകുന്നത് വെളുപ്പിന് 4 തൊട്ട് രാവിലെ 8:30 വരെയാണ്. കാര്യം എന്താണെന്നറിയാമോ? ശരീരത്തിൽ എവിടെയോ ഇലക്ട്രിക് ചാർജ് സർപ്ലസ് ആയി. അതാണ് ഈ ഹാർട്ട് അറ്റാക്കിലോട്ടോ അല്ലെങ്കിൽ സെറിബ്രൽ സ്ട്രോക്കിലോട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോകേണ്ട ഹിന്ദു രാവിലെ എഴുന്നേറ്റിട്ട് 10 വിരലും ഭൂമിയിലോട്ട് തൊട്ടിട്ട് പ്രാർത്ഥനയാണ്. ശരീരത്തിൽ എവിടെയെങ്കിലും ആദ്യം കറണ്ട് ഉണ്ടെങ്കിൽ ഭൂമി എത്തി, അതോടെ സ്ട്രോക്കിൽ നിന്നും ഹാർട്ട് അറ്റാക്കിൽ നിന്നും ആ ഭക്തൻ രക്ഷപ്പെടും. അത് കഴിഞ്ഞാൽ ഹിന്ദുമതം പറയുന്നു, നേരം സൂര്യൻ ഉദിച്ചാൽ മാത്രമേ പുറത്തോട്ടിറങ്ങാവൂ. അപ്പോൾ ഹിന്ദുക്കൾ എഴുന്നേറ്റ് അവിടെ പഞ്ചാംഗം നോക്കും. 6:20 സൂര്യോദയം, 6:20 പുറത്തിറങ്ങും. എന്തുകൊണ്ട് ഈ സംഭവം? 5 മണിക്ക് കഥ തുറന്ന് പുറത്തിറങ്ങിയാൽ കള്ളൻ ഇരുമ്പോടി കൊണ്ടോട് ഇരിപ്പുണ്ട്, ഒറ്റയടി തലയ്ക്ക് തരും. ഹിന്ദുമത ഭാഷ പറഞ്ഞാൽ സ്വാഹ, ചത്തു. മൃഗങ്ങളൊക്കെ വനത്തിൽ നിന്നിറങ്ങി മുറ്റത്തൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ കഥ തുറന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നാണ്ടല്ലോ ചക്കക്കൊമ്പോ ഒറ്റയടി ചത്തു. പക്ഷെ നേരം വെളുത്ത് 6 സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർ ജീവൻ കൊണ്ട് രക്ഷപ്പെടും. ആരെങ്കിലും കാണുമെന്നറിയാം. മൃഗങ്ങളൊക്കെ 6 മണിയാകുമ്പോൾ ആറ്റിലിറങ്ങി വെള്ളം കുടിച്ചിട്ട് കാട്ടിലോട്ട് കയറിപ്പോകും. അപ്പോൾ നമ്മളെ കള്ളന്മാരിൽ നിന്നും വന്യമൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹിന്ദുമതം പറയുന്നത് ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തൻ സൂര്യൻ ഉദിക്കുമ്പോഴേ പുറത്തിറങ്ങാം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.